ഇന്ന് നമുക്ക് സ്പെഷ്യൽ മുട്ടക്കക്കത്തിൽ തയ്യാറാക്കാം. ഇത് നമുക്ക് വെറുതെ കഴിക്കാനായാലും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെ കഴിക്കാനായാലും വളരെ രുചികരമാണ്. ഇതിനാവശ്യമായ മുട്ട നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഇതുപോലെ ഒരു പാൻ വെച്ച് അതിലേക്ക് അല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറോ നെയ്യോ നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. 2 സ്പൂൺ വെളിച്ചെണ്ണയും ബട്ടറും കൂടി ചേർത്ത് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. ഇതെല്ലാം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 3 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 1 സ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി, അല്ലെങ്കിൽ നല്ല എരിയായിരിക്കും. വറ്റൽ മുളക് ഉണ്ടെങ്കിൽ നമുക്കത് അരച്ചും കുതിർത്ത് ചേർക്കാം. ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ആ പൊടിയൊക്കെ നല്ലതുപോലെ ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം. പൊടിയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല മൂത്ത് വരണം. അതുപോലെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് എല്ലാം എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഈ പൊടിയെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ട്. ആ സമയത്ത് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട എടുത്തിട്ട് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കണം. മുട്ടയിലെല്ലാം 4 സൈഡും നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. ഈ മുട്ട ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ മസാല എല്ലാം മുട്ടയിൽ നല്ലതുപോലെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായ മുട്ടക്കക്കത്തിൽ തയ്യാറാക്കി. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർ ലൈക്കും ഹൈപ്പും കമൻറ്റും എല്ലാം ചെയ്യണം. നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഇത് നമുക്ക് വെറുതെ വേണമെങ്കിലും കഴിക്കാം, അതല്ല ചപ്പാത്തി പൊറോട്ടയുടെ വേണമെങ്കിലും കഴിക്കാം. വളരെ രുചികരമാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.